ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതും സൂപ്പർ ടേസ്റ്റിയിൽ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനെ ഞാൻ എടുത്തേക്കുന്നത് 6 ഉരുളൻകിഴങ്ങാണ്. ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുക്കാം. അതായത് ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഒരു ഉരുളൻകിഴങ്ങ് 3ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് നൈസുമായി പോകരുത്. ഇതിന് നീളത്തിലും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഉരുളക്കിഴങ്ങും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത പാടെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം, എങ്കിലേ ഇതിൽ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ. അതിനുശേഷം നന്നായിട്ട് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെന്തുടഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് അതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വന്നാൽ മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. ഞാനിത് കോരി നേരെ ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇടുന്നത്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടണം. ഇതിപ്പം വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വാർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ആയാലും മതിയാകും. എരിവിനാവശ്യമായി 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഓപ്ഷണലാണ്. കുറച്ച് എരിയും കൂടെ ഉണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരാഴ്ചയോളം കേടുകൂടാതെ ഇരുന്നോളും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുട്ടീസുള്ള വീട്ടിലാണെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റത്തേ ഇല്ല, കാരണം പൊരിച്ചിടുന്ന സ്പോട്ടിൽ തന്നെ തീർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ വീട്ടിലൊന്നും ഇത് സ്റ്റോർ ചെയ്യാനേ എനിക്ക് പറ്റാറില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പിയാന്നുള്ളത്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പൊട്ടറ്റോസും നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. മയണൈസിൻ്റെ കൂടെ സോസിൻ്റെ കൂടെയൊക്കെ അടിപൊളി ആയിട്ട് കഴിക്കാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ കൊണ്ടുവരാം കേട്ടോ ഇനി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കുകയും വേണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.